ഫലസ്തീനിൽ വീണ്ടും പ്രകോപനവുമായി ഇസ്രായേൽ. അധിനിവേശ അൽ ഖുദ്സിലെ അൽ അഖ്സ പള്ളിയിലാണ് ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുറും സംഘവും പ്രാർത്ഥിക്കാനെത്തിയത്. ഞായറാഴ്ചയായിരുന്നു സംഭവം. ജെറുസലേമിലെ ഈ ആരാധനാലയം തർക്കസ്ഥലമാണ്. അവിടെ ഇസ്രായേൽ മന്ത്രി അതിക്രമിച്ച് കയറിയെന്നാണ് ആരോപണം. ജൂതന്മാർക്ക് ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വിലക്കുണ്ട്. ഇവിടേക്കാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അതിക്രമിച്ച് കയറി പ്രാർത്ഥന നടത്തിയിരിക്കുന്നത്. ജൂത ദുഃഖാചരണ ദിനമായ ടിഷ ബാവിലാണ് അൽ അഖ്സ പള്ളി കോമ്പൗണ്ടിൽ ജൂതന്മാർ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ഒത്തുകൂടിയത്. ആരാധനാലയത്തിൽ വെച്ച് പ്രകോപനപരമായി മന്ത്രി സംസാരിക്കുകയും ചെയ്തു. ഗാസ കീഴടക്കാനും ഫലസ്തീനികളെ പ്രദേശം വിട്ടുപോകാൻ പ്രോത്സാഹനം നൽകാനും ബെൻഗിർ രാജ്യത്തോട് ആഹ്വാനം ചെയ്തു. ഒരു കൂട്ടം കുടിയേറ്റക്കാരുടെ നേതൃത്വത്തിലാണ് ബെൻഗിർ അൽ അഖ്സ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചതെന്ന് ഇറാൻ മാധ്യമമായ തെഹ്റാൻ ടൈംസ് ആരോപിക്കുന്നു. 3000-ലധികം കുടിയേറ്റക്കാർ പങ്കെടുത്തതായി തെഹ്റാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെ വെച്ച് ബെൻഗിർ സംസാരിച്ചതിൻ്റെ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നമ്മൾ മുഴുവൻ ഗാസ മുനമ്പും കീഴടക്കുന്നുവെന്ന് ഉറപ്പാക്കണം. മുഴുവൻ ഗാസ മുനമ്പിലും പരമാധികാരം പ്രഖ്യാപിക്കണം. ഓരോ ഹമാസ് അംഗത്തെയും താഴെയിറക്കണം. ഗാസയിൽ നിന്നുള്ള പലസ്തീനികളുടെ സ്വമേധയാ ഉള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയാണ് വീഡിയോയിൽ ഇസ്രായേൽ മന്ത്രി പറയുന്നത്. ഇസ്ലാമിൻ്റെ ഏറ്റവും പുണ്യമായ മൂന്നാമത്തെ സ്ഥലമാണ് അൽ അഖ്സ പള്ളി. ഈ പള്ളിയുടെ കോമ്പൗണ്ടിലാണ് ജൂതന്മാർ മതപരമായ ആചാരങ്ങൾ നടത്തിയത്. ജപം നടത്തുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ നീക്കം പലസ്തീനികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഈ നേട്ടത്തെ തങ്ങളുടെ മതപരവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾക്ക് നേരെയുള്ള ഭീഷണിയായാണ് പലസ്തീനികൾ കാണുന്നത്. അതേസമയം ഇസ്രായേൽ സേന പലസ്തീൻ വിശ്വാസികളെ പള്ളിയിൽ പ്രവേശിക്കുന്നതിനും അൽ അഖ്സയ്ക്ക് സമീപമുള്ള കവാടങ്ങളിലൂടെ ചുറ്റുമുള്ള പഴയ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും വിലക്കിയിട്ടുണ്ട്. പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ബെൻഗിർ നഗരത്തിലൂടെ മാർച്ച് നടത്തി. മാർച്ചിനിടെ സംസാരിച്ചപ്പോഴും ബെൻഗിർ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി. ഞങ്ങൾ തൃപ്തരല്ല. ദേവാലയം പണിയുന്നതിനെക്കുറിച്ചും പരമാധികാരം വ്യാപിക്കുന്നതിനെക്കുറിച്ചും ഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. ഗാസയിലും ഞങ്ങളത് ചെയ്യും. അതിനിടെ ഇസ്രായേലിൻ്റെ പ്രകോപനപരമായ നീക്കത്തിനെതിരെ സൗദി അറേബ്യ, ജോർദാൻ, പലസ്തീൻ അതോറിറ്റി എന്നിവയിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ട്. സംഘർഷം ഉണ്ടാക്കുന്ന പ്രാദേശിക യുദ്ധത്തിന് തിരികൊളുത്തുന്നതുമായ പ്രകോപനപരമായ നടപടിയെന്നാണ് ഈ നീക്കത്തെ സൗദി അറേബ്യ വിശേഷിപ്പിച്ചത്.